അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും എബ്രോഡ് പോയി പഠിക്കണം. ഇപ്പൊ എബ്രോഡ് പോയി പഠിക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു 90% ആൾക്കാർ അവിടെ പോയി സെറ്റിൽ ആവണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് പോകുന്ന ആൾക്കാരാണ്. അതിന്റെ ഒരു മേജർ റീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെയല്ല പുറമെയുള്ള രാജ്യങ്ങളിൽ. വളരെ സിസ്റ്റമാറ്റിക് ആണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫുട്പാത്തുകൾ എല്ലാ രാജ്യങ്ങളിലും വളരെ നല്ല ഫുട്പാത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഫുട്പാത്ത് എന്ന് പറയുമ്പോൾ വഴിയോടെ കച്ചവടമാണ് നമുക്ക് ഓർമ്മ വരുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അതിലേക്കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പിയും കോലും പോസ്റ്ററും അങ്ങനെയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അല്ലേ. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ് കേട്ടോ. പണ്ട് നമുക്ക് ഫോണും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു സാധ്യതകളെ പറ്റിയിട്ടൊന്നും ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പുറമേയുള്ള രാജ്യങ്ങൾ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളതൊക്കെ വളരെ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് പുറത്ത് പോകുന്നത് കൊണ്ടും പിന്നെ സോഷ്യൽ മീഡിയയിൽ വഴി നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ടും എല്ലാവർക്കും ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടും അതനുസരിച്ചിട്ട് വളർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും പുറത്ത് കയറി പോകും. മനസ്സിലായോ? അപ്പം അതനുസരിച്ച് നമ്മുടെ നാടുകളൊക്കെ വളരണം. ഇപ്പോൾ ഒബ്വിയസ്ലി ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ വിചാരിച്ചിട്ട് നല്ലൊരു ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക. അതേ നമുക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ളൂ.